എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലിട്ടിട്ട് അഴിച്ച ബലാനോ പെട്രോൾ 2020 മോഡലിൻ്റെ ക്ലച്ച് വർക്കാണ്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അഴിച്ചിട്ടുണ്ട്. ഇതാണ് ഗിയർ ബോക്സ് വരുന്നത്. റിലീസ് ബെയറിങ്ങും ക്ലച്ച് അസംബ്ലി മാറ്റുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ കേബിള്, ഗിയർ ഓയിൽ, കൂളൻ്റ് ഇതൊക്കെ മാറ്റുന്നുണ്ട്. ഫ്ലൈ വീലിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഭാഗമൊക്കെ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ വാട്ടർ എമരി പേപ്പർ ഇട്ടിട്ട് ഉരച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്ലൈ വീല് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കയറ്റും. ക്ലച്ചിലേക്ക് വരുമ്പോൾ ക്ലച്ച് ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞു. റിവിറ്റ് തട്ടാറായി. ഇപ്പോൾ വാല്യുവിൻ്റെ തന്നെയാണ്, മാരുതി സുസുക്കിയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ് ഇടുന്നത്. ക്ലച്ച് അസംബ്ലി വന്നിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് ഇതാണ്. അതേപോലെ ഇതാ ഗിയർ ഓയിൽ ഉണ്ട്. ക്ലച്ചിൻ്റെ കേബിൾ ഇതാണ്. അതുപോലെ തന്നെ കൂളൻ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് അസംബ്ലി സെറ്റ് ചെയ്തിട്ട് റിലീസ് ബെയറിങ്ങും ഫിറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ബോക്സ് നമ്മൾ കയറ്റിയിട്ട് ഫുള്ള് ഫിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലിട്ടിട്ട് അഴിച്ച ബലാനോ പെട്രോൾ 2020 മോഡലിൻ്റെ ക്ലച്ച് വർക്കാണ്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അഴിച്ചിട്ടുണ്ട്. ഇതാണ് ഗിയർ ബോക്സ് വരുന്നത്. റിലീസ് ബെയറിങ്ങും ക്ലച്ച് അസംബ്ലി മാറ്റുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ കേബിള്, ഗിയർ ഓയിൽ, കൂളൻ്റ് ഇതൊക്കെ മാറ്റുന്നുണ്ട്. ഫ്ലൈ വീലിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഭാഗമൊക്കെ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ വാട്ടർ എമരി പേപ്പർ ഇട്ടിട്ട് ഉരച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്ലൈ വീല് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കയറ്റും. ക്ലച്ചിലേക്ക് വരുമ്പോൾ ക്ലച്ച് ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞു. റിവിറ്റ് തട്ടാറായി. ഇപ്പോൾ വാല്യുവിൻ്റെ തന്നെയാണ്, മാരുതി സുസുക്കിയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ് ഇടുന്നത്. ക്ലച്ച് അസംബ്ലി വന്നിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് ഇതാണ്. അതേപോലെ ഇതാ ഗിയർ ഓയിൽ ഉണ്ട്. ക്ലച്ചിൻ്റെ കേബിൾ ഇതാണ്. അതുപോലെ തന്നെ കൂളൻ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് അസംബ്ലി സെറ്റ് ചെയ്തിട്ട് റിലീസ് ബെയറിങ്ങും ഫിറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ബോക്സ് നമ്മൾ കയറ്റിയിട്ട് ഫുള്ള് ഫിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.